ഈ ഒരു വീഡിയോ അല്ലേ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ക്യുസാറ്റ് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ പെട്ടെന്ന് ചെയ്യാൻ. അപ്പൊ പെട്ടെന്ന് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 63 ക്വസ്റ്റ്യൻ വരെ ചെയ്യാൻ പറ്റും. അത് ക്വസ്റ്റ്യൻ ഇടുന്ന ആളിനെ പോലെ ഇരിക്കും. പക്ഷെ മാക്സിമം ഓരോ ക്വസ്റ്റ്യനിൽ നിന്ന് വരാവുന്ന ഓരോ ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന വെയിറ്റേജ് ഷിഫ്റ്റ് അനുസരിച്ച് മാറും. എന്നാലും ഇതൊക്കെയാണ് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരാൻ പറ്റുന്ന പോസിബിലിറ്റി. ഒരു 63 ക്വസ്റ്റ്യൻ വരാം നമുക്ക് പറ്റും. അപ് ടു ഒരു 63 ക്വസ്റ്റ്യൻ വരെ. നിങ്ങൾക്ക് എത്ര ടോപ്പിക്കാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11. ഇതാണ് ഏറ്റവും ക്യുസാറ്റിന്റെ ഏറ്റവും ഹൈ വെയിറ്റേജ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്. ഇനി ഈ ടോപ്പിക് വെച്ച് പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ടോപ്പിക്കാണ്, പെട്ടെന്ന് നീങ്ങുന്ന ടോപ്പിക്കാണ് ബാക്കി ടോപ്പിക്കുകൾ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് ഏകദേശം ഞാൻ ഷെഡ്യൂൾ ചെയ്തത് ഒരു 2 വീക്ക് ഒരു ടൈം ടേബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് വർക്ക് ആവില്ലെന്നുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യാം. അപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം എന്താണ് ചാപ്റ്റർ വൈസ് വരുന്ന ഒരു മാക്സിമം വെയിറ്റേജ് ആണ്. മാക്സിമം എന്ന് വെച്ചാൽ ഇത്ര വരെ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിനകത്ത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഒരു 1.5 ഡേയ്സ് കൊണ്ടൊക്കെ പറ്റും. അത്യാവശ്യം എന്താണ് തിയറി നല്ലപോലെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. കോംപ്ലക്സ് നമ്പർ ലോക്കസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒരു 2 ഡേയ്സ് അതേന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു ദിവസം ഒരു 40 ക്വസ്റ്റ്യൻ വെച്ച് തീർക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് 10-50 ക്വസ്റ്റ്യൻ കിട്ടും. അത്യാവശ്യം പ്രാക്ടീസ് ഇട്ട് നിങ്ങൾക്ക് ചെയ്ത് പോവാം. അപ്പൊ 40 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് ആയിട്ട് എടുത്താൽ മതി. രാവിലെ ഒരു 10 ക്വസ്റ്റ്യൻ, ഉച്ചയ്ക്ക് ഒരു 10 ക്വസ്റ്റ്യൻ, വൈകിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ, രാത്രി ഒരു 10 ക്വസ്റ്റ്യൻ. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരിക്കലും ഒരു വലിയൊരു സ്ട്രഗിൾ ആകത്തില്ല. സീക്വൻസ് ആൻഡ് സീരീസ് അത്രയും ഒരു കോംപ്ലക്സിന്റെ അത്രയൊന്നും വരത്തില്ല. അതൊരു 1.5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് കവർ ചെയ്യാൻ പറ്റും. ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്, അതറിയെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാം. ഇൻവേഴ്സ് ചെയ്യുന്നതിന് ട്രിഗോണോമെട്രി 1.5 ദിവസത്തിന്റെ ആവശ്യമില്ല. ഇക്വേഷൻസ് മാത്രം മതി, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്തു പോകാം. ഒരു 7 ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എന്താണ് മാക്സിമം നിങ്ങൾക്ക് ഹോപ്പ് ചെയ്യാം. ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഒരു 6 ക്വസ്റ്റ്യൻ വരെ എന്താണ് 1-2 ഫോംസ് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഹോസ്റ്റൽ റൂളും ഫംഗ്ഷൻ വരുമ്പോൾ അതായത് 1/∞ ഫോമൊക്കെ വരത്തുള്ളൂ. സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ ഒരു 3 ക്വസ്റ്റ്യനൊക്കെ മാക്സിമം വരും. വലിയ ടഫ് ഒന്നുമല്ല. 1/2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ തീരും. NCERT ലെവൽ അറിയാമെങ്കിൽ സുഖമായിട്ട് സ്കോർ ചെയ്ത് പോവാം. ഭയങ്കര ഈസിയാണ്. ഇനി ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനും കൂടി ഒരു 8 ക്വസ്റ്റ്യനോളം വരാം. അതാണ് അതിന്റെ ഒരു മാക്സിമം കൗണ്ട്. അതെന്താണ് ഒരു 2 ദിവസം ഇരുന്നാൽ പറ്റും. അപ്പൊ ഈ കൗണ്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം കൗണ്ടാണ്. ഞാൻ മറ്റേ പറഞ്ഞൊരു മിനിമം കൗണ്ട് തൊട്ടൊരു വേരിയേഷൻ ആണ്. അപ്പൊ അതൊരു മിനിമം മാക്സിമം ഒരു അപ്രോച്ച് ഏകദേശം എന്താണ് ഒരു മിനിമം ആയിട്ട് എത്ര മാർക്ക് വരും എന്നുള്ള വെച്ചിട്ട് ഇത് ഏകദേശം മാക്സിമം എത്ര എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിൽ വെച്ചിട്ട് അതായത് 2 വീക്ക് കൊണ്ട് ഔട്ട്പുട്ട് എത്ര കൂട്ടാന്നുള്ളത്. ഇനി അടുത്തത് ആപ്ലിക്കേഷൻ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ വരുമ്പോൾ ആപ്ലിക്കേഷൻ ഡിഫറൻസിയേഷന്റെ 2 ക്വസ്റ്റ്യനും ഇന്റഗ്രേഷന്റെ 1 ക്വസ്റ്റ്യനും വെച്ചൊരു 3 ക്വസ്റ്റ്യൻ കിട്ടും. ഇന്റഗ്രേഷന്റെ ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങളൊരു പകുതി ദിവസം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാൻ പറ്റും. അത്രയ്ക്കുള്ള ടോപ്പിക്കേ ഉള്ളൂ. അതായത് ഞാൻ തന്നെ മൊത്തം ക്ലാസ് എടുത്തപ്പോഴേ 1/2 മണിക്കൂറിൽ തീർന്നു. 40 മിനിറ്റിൽ തീർന്നു. ഒരൊറ്റ വീഡിയോയിലാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ മൊത്തം തീർത്ത. ഡിഫറൻസിയേഷൻ അത്രേ ഉള്ളൂ. 2 മണിക്കൂർ മാക്സിമം പോകും. ഇനി പ്രോബബിലിറ്റിയും പെർമിറ്റേഷനും. പ്രോബബിലിറ്റി എന്താണ് ഒരു 1 ഡേ നല്ലപോലെ ഇരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം NCERT അറിയാമെങ്കിൽ സുഖമായിട്ട് തീരും. ആ ഒരു ലെവലൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്. ടഫ് ആയിരിക്കത്തില്ല. പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ നോക്കിയാൽ അതെന്താണ് അതിന് ഒരു ഡേ മതി. അത്യാവശ്യം നിങ്ങൾക്ക് ലോജിക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരു ഡേ പോലും എടുക്കേണ്ട. ഒരു 10 ദിവസം മെനക്കെട്ടാൽ തന്നെ അത് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ലെവലിലെത്തും. അതിന്റെ ഒരു മാക്സിമം ഒരു 4 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ വരെയൊക്കെ പോവാം. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ഒന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആണ്, ഭയങ്കര ഈസിയാണ്. നിങ്ങൾക്ക് NCERTയുടെ ഐഡിയാസ് കൊണ്ട് തന്നെ സഫീഷ്യൻ്റ് ആണ്. അതൊരു 1.5 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 2 വീക്ക് നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. അതായത് 2 വീക്ക് കൊണ്ട് ഇതെല്ലാം ഈസി ടോപ്പിക്കുകളാണ്. ഹൈ ഡിഫിക്കൽറ്റി ഉള്ള ടോപ്പിക്കുകളായിട്ടുള്ള ഇനിക്വാളിറ്റിയും ലോഗോ ഒക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് അത്യാവശ്യം നിങ്ങൾക്ക് പോസിബിലിറ്റിയാണ്. ഇതിന്റെ എന്താണ് ഒരു 63 ക്വസ്റ്റ്യൻ വരെ കിട്ടും. ഇതാണ് നീ പറയാനുള്ളത്. അപ്പോൾ 2 വീക്ക് നിങ്ങൾ മെനക്കെടുവാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ക്വിസായിട്ട് പെട്ടെന്ന് എന്താണ് ക്രാക്ക് ചെയ്യാം. എങ്ങനെ പോയാലും ഈ 60 ക്വസ്റ്റ്യൻ എന്നുള്ള ടാർഗറ്റ് നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു 30 ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം കിട്ടും. 30 തൊട്ടൊരു 40 ക്വസ്റ്റ്യൻ എന്തായാലും വന്നിരിക്കും. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കാം. ഇതിനകത്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി കഴിയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യനകത്ത് കുറെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് പാറ്റേൺസ് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ എന്താണ് പാറ്റേൺസ് പഠിക്കുക. കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കി വെച്ചിട്ട് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുക. അപ്പൊ 2 വീക്ക് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി വേണമെന്ന് കുറെ പേര് എൻ്റെ അടുത്താണ് ഒരു ചെറിയൊരു മന്തൊക്കെ വെച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ 2 വീക്ക് എന്നുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ സമയമുള്ള പോലെ ഇനി ഡബിൾ ടൈം എടുത്ത് ഒരു 4 വീക്ക് ആക്കി കഴിഞ്ഞാൽ 1 മാസത്തെ സ്ട്രാറ്റജി. അല്ലെങ്കിൽ എന്താണ് ഒരു വീക്കിനകത്ത് കുറച്ചും കൂടി ഒരു സമയം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി നിങ്ങൾക്ക്, അതായത് ഈ നേരെ കിടക്കുന്ന സമയത്തിന്റെ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടി
ഒരു 1 മന്ത് സ്ട്രാറ്റജി കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് 3 വീക്കേ ഉള്ളൂ, അതായത് ഒരു മാസമില്ല. അപ്പൊ 2 വീക്ക് സ്ട്രാറ്റജി ഇട്ട് അതിന്റെ പകുതി സമയം വെച്ച് ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ 50% ടൈം ആകുമ്പോൾ 3 വീക്ക് സ്ട്രാറ്റജി ആയില്ലേ? അപ്പൊ നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കാണുന്നോ ആ ഒരു സമയം വെച്ച് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ഷെഡ്യൂൾ ചെയ്യാം. ഇപ്പൊ നേരത്തെ കാണുന്നോണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സമയം എടുത്തു കഴിഞ്ഞാൽ പതുക്കെ പോയാൽ മതി. ഇതെന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് കണ്ടാൽ നിങ്ങൾക്ക് എന്താണ്, ഒരു മാസം മതി. ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ വെച്ച് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മാസം 90 മണിക്കൂറാണ്. ഈ 90 മണിക്കൂറിന്റെ എഫക്റ്റ് കൊണ്ടുവരിക. അതായത് നിങ്ങൾ എന്താണ് ഈ 2 വീക്ക് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴും 2 വീക്കിൽ ഒരു ദിവസം നിങ്ങളൊരു 4 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ, മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ 4 മണിക്കൂർ വെച്ച് സ്പെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നോക്കി 2 വീക്കാകുമ്പോൾ 14 ഡേയ്സ് 4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 56 മണിക്കൂറിന്റെ ഒരു ഇൻപുട്ട് ഉണ്ട്. ഈ 56 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് 56 മണിക്കൂറിൽ നിങ്ങളുടെ ആവറേജ് ഒരു 20 ക്വസ്റ്റ്യൻ ഒരു മണിക്കൂർ ചെയ്താൽ മതി. ഒരുപാടൊന്നും ചെയ്യേണ്ട, പരീക്ഷയ്ക്ക് ചെയ്യുന്ന അത്രയും കോട്ടൊന്നും ചെയ്യേണ്ട. ഒരു 20 ക്വസ്റ്റ്യൻ ചെയ്താൽ തന്നെ 10 ക്വസ്റ്റ്യൻ ആകുമ്പോൾ 56 മണിക്കൂറിൽ 560. ഇതിന്റെ ഡബിൾ ആകുമ്പോൾ 1120. അപ്പൊ ഇത്രയും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ് 2 വീക്ക്. അപ്പൊ 2 വീക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചെറിയൊരു സമയത്ത് കാണാതെ ഒരു ദിവസത്തെ എടുക്കുന്ന കുഞ്ഞു കുഞ്ഞു എഫേർട്ട്. ഇപ്പൊ രാവിലെ 1 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുമ്പോഴും ഒരു ദിവസം 4 മണിക്കൂറത്തെ കമ്പൈൻഡ് എഫക്ട് ഇത്രയും കിട്ടും. അപ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു രീതിയിലോട്ട് പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് എങ്ങനെ 2240 ക്വസ്റ്റ്യൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്താണ്, ഒരു മണിക്കൂറിൽ ഒരു 20 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാം, വെറും 20. കാരണം പരീക്ഷയ്ക്ക് എന്തായാലും നിങ്ങൾ 72 മിനിറ്റ് അപ്രോക്സിമേറ്റ്ലി നിങ്ങൾ 90 ക്വസ്റ്റ്യൻ ചെയ്യണം. ഏകദേശം 72 മിനിറ്റ് സമയം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ. അപ്പൊ അത്രയൊന്നും നിങ്ങൾ ചെയ്യേണ്ട. അതിന്റെ എത്ര പകുതി എഫേർട്ട് എടുത്താൽ മതി. കാരണം പരീക്ഷയ്ക്ക് പോകുമ്പോൾ 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 1.5 മണിക്കൂറിൽ ഇത്രയും ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ 1 മണിക്കൂർ 20 ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വലിയ ഡീലല്ല. അത് എല്ലാവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിൽ ഇപ്പം തുടങ്ങുക, നിങ്ങൾ ഡബിൾ സമയം എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് 2 വീക്ക് സമയമാണെങ്കിൽ ഹാഫായിട്ട് നോക്കുക. ഇനി 1 വീക്കാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്കൊന്നും കവർ ചെയ്യാതെ നോക്കാതെ ഇതിനകത്ത് നിങ്ങൾക്ക് പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള പകുതി ടോപ്പിക്കുകളെങ്കിലും കവർ ചെയ്ത് പോവാം. നിലവിൽ ഇപ്പം ഞാൻ എടുക്കുന്ന ക്രാഷ് അത്യാവശ്യം ലെങ്തിയാണ്. അത് ക്രാഷ് മാത്രമല്ല, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 20-25 ഡേയ്സ് ആ ഒരു രീതിയിലോട്ട് മാറുന്ന രീതിയിൽ മാത്രം കണ്ടന്റ് വേണമെങ്കിൽ ഒരു ചെറിയൊരു ക്രാഷ് പോലെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത് എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 20 ഡേയ്സ് ഫിക്സ് ചെയ്യാം. ഒരു 20 ഡേയ്സ് ഒരു 20 ഹവർ ക്ലാസ് എന്നുള്ള കൺസെപ്റ്റിൽ ഈ 11 ടോപ്പിക്കിൽ നിന്ന് അത്യാവശ്യം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വേണമെങ്കിൽ ക്ലാസ് ഒരു ഷോർട്ടർ ക്ലാസ് ആയിരിക്കും. ഷോർട്ടർ ക്ലാസ് ആകുമ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് ഇങ്ങനെ ലെങ്തി ആയിട്ട് പറയുന്ന കാര്യങ്ങളില്ല. നിങ്ങൾ അത്യാവശ്യം ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അത്യാവശ്യം ബേസ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകാനും ഒരു വഴിയുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ നിലവിൽ ആലോചിക്കുന്നില്ല. അപ്പൊ ആരെങ്കിലും താല്പര്യം ഉണ്ടെന്ന് നിങ്ങളുടെ സൈഡിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ചായിരിക്കും ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എൻക്വയറീസ് അത്യാവശ്യം വരുവാണെങ്കിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യാം. വിത്തിൻ 1 or 2 ഡേയ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എന്താണ് ഇങ്ങനെ പോലെ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 ലെക്ചറും മാക്സിമം ഒരു 20 ഹവർ കണ്ടന്റ് ഈ 11 ടോപ്പിക്കിൽ നിന്ന് കാണാം. ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് എങ്ങനെ പോയാലും ഒരു ആവറേജ് ഒരു 17 ക്വസ്റ്റ്യൻ വെച്ച് ഒരു മണിക്കൂറിൽ കൂട്ടിക്കഴിഞ്ഞാൽ 17 × 20 ആകുമ്പോൾ 170 × 2 അങ്ങനെ പോയാലും ഒരു 340 പ്ലസ് അല്ലെങ്കിൽ ഒരു 350 ക്വസ്റ്റ്യൻ വരെ കാണാം. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രമല്ല വേറെ ഏതെങ്കിലും 1-2 ടോപ്പിക്കിന്റെ ഈസി ആയിട്ടുള്ള വെർഷൻസ് ഉണ്ടെങ്കിൽ അതും ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഞാൻ അതിനകത്ത് ആഡ് ചെയ്യും. ഇതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 20 മണിക്കൂർ അല്ലെങ്കിൽ 30 മണിക്കൂർ 20 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരു 1 hour വെച്ച് കണ്ടുപോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കും. വേണമെങ്കിൽ 30 മണിക്കൂറത്തേക്ക് ഒരു മാസത്തേക്കും സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ വെച്ച് കണ്ടാൽ എന്താണ് 2 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടന്റ് അതിനകത്ത് എന്താണ് ലിമിറ്റഡ് ആയിരിക്കും. ഇത്രയും കണ്ടന്റ്സ് കാണത്തില്ല. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റ് കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഡിമാൻഡ് അനുസരിച്ച് ഞാനത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിലവിൽ ഞാൻ എന്താണ് എൻ്റെ മെയിൻ ക്ലാസ് മാത്രമാണ് പോകുന്നത്. അത് പക്ഷേ ലെങ്തിയാണ്.